ഭൂമിയിൽ കരയിൽ ആരെയും പേടിയില്ലാത്തതുപോലെ പെരുമാറുന്ന, ആരെയും കൂസാതെ ഒരു സസ്തനി ജീവിയുണ്ടെങ്കിൽ അത് ഹണി ബാഡ്ജറാണ്. ഒരാളോടും തോറ്റു പിന്മാറില്ല. തന്നെക്കാൾ എത്രയോ മടങ്ങ് വലിപ്പവും കരുത്തുമുള്ള ഇരപിടിയന്മാരോട് പോലും പൊരുതാനിറങ്ങും. വിയറ്റ്നാം കോളനി സിനിമയിൽ ഭീകരനായ റാവുത്തർ അല്ലെങ്കിൽ സ്രാങ്കിന്റെ മുന്നിൽ പെട്ടെന്ന് വന്നുപെട്ടാൽ പ്രകോപനമൊന്നുമില്ലാതെ കുതിരവട്ടത്തിന്റെ എരുമേലി എന്ന കഥാപാത്രം കയറി അടിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. അതുപോലെയാണ് മുൻപിൻ നോക്കാതെയുള്ള ഹണി ബാഡ്ജറിന്റെ ആക്രമണം കണ്ടാൽ തോന്നുക. ഇതിന് ഇത്തിരി നൊസുണ്ടോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും. എന്തായാലും യൂട്യൂബിൽ ഇവരെ പറ്റിയുള്ള വീഡിയോകൾ കണ്ടാൽ നമ്മൾ ഞെട്ടും. അത്രക്കും ഹൈപ്പുള്ള വേറൊരു മൃഗവുമില്ല. ചിലപ്പോൾ ആഫ്രിക്കൻ സിംഹങ്ങളോട് പോലും ഇവ അംഗത്തിനിറങ്ങുന്നത് കാണാം. നല്ല കടി കിട്ടും, എന്നാലും പേടിച്ച് പിന്തിരിയുകയുമില്ല. നിലത്ത് നിന്ന് ചാടി കണ്ണിൽ, മൂക്കിൽ, കഴുത്തിൽ ഒക്കെ കടിക്കും, മാന്തും. സൊല്ലയായല്ലോ എന്ന് കരുതി പലപ്പോഴും ഈ സിംഹങ്ങൾ അവയെ ഒഴിവാക്കി സ്ഥലം കാലിയാക്കും. ഒറ്റ ചവിട്ടിന് കാട്ടുനായകളുടെ പോലും കഥ കഴിക്കുന്ന ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾ മോഷ്ടിക്കാൻ ഇവർ പോകും. ചിലപ്പോൾ ചവിട്ടും കൊള്ളും, എന്നാലും കൂസാതെ എഴുന്നേറ്റ് പ്രാഞ്ചി നടന്നു പോകും. മാരകരായിട്ടുള്ള കാട്ടുനായ്ക്കൂട്ടത്തിന് ഒരു ഹണി ബാഡ്ജറെ കിട്ടിയാൽ അവർ കടിച്ച് മുറിച്ച് മടുക്കും. ഒരു റബ്ബർ ടയറിന്റെ കഷ്ണം കിട്ടിയതുപോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. വഴുതിയും തെന്നിയും മുറിവേൽക്കാതെ ഹണി ബാഡ്ജർ നിൽക്കും. കാട്ടുനായകളുടെയും ഹൈനകളുടെയും അതുപോലെ ഉഗ്രന്മാരായിട്ടുള്ള വലിയ ജീവികളുടെയും ഏറ്റവും സോഫ്റ്റായിട്ടുള്ള അവയുടെ മർമ്മഭാഗങ്ങളിൽ ഇവ കടി കൊടുക്കുകയും ചെയ്യും. അതിനിടയിൽ വലിയ ആൺമൃഗങ്ങളുടെ, കേപ്പ് ബഫല്ലോകളെ പോലെ അല്ലെങ്കിൽ വലിയ ആൺസിംഹങ്ങളുടെ ഒക്കെ ഞാണുകിടക്കുന്ന വൃഷണത്തിൽ കയറി കടിക്കും. ഹണി ബാഡ്ജറുടേത് വളരെ ചെറിയ ശരീരമായതിന് തന്നെ അടിയിൽ കൂടി ഇവർക്ക് എന്തുമാകാമല്ലോ. മർമ്മത്തിൽ കടി കിട്ടിയാൽ ഏത് കൊടികെട്ടിയ സിംഹവും കുഴയും. ഗതികെട്ടുക വസുല്ലു പറയും. പുള്ളിപ്പുലികൾ കഷ്ടപ്പെട്ട് വേട്ടയാടി നേടി മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരകളുടെ മാംസം അധികാരഭാവത്തോടെ ഇവ പോയി മോഷ്ടിക്കും. പുലി വന്നാൽ ഓടിച്ചു വിടും. മുള്ളംപന്നികളുടെ കൂട്ടിൽ കയറി അവയുടെ പിള്ളേരെ പിടിച്ചു തിന്നാൻ നോക്കും. കുത്തു കിട്ടിയാലും പിന്തിരിയില്ല. മണ്ണിനടിയിലും മാളങ്ങളുടെ ഉള്ളിലും പാറക്കൂട്ടങ്ങളുടെ വിടവുകൾക്കുള്ളിലും ഒക്കെയുള്ള മാരക ആഫ്രിക്കൻ തേനീച്ചക്കൂടുകളിൽ ഇവർ മാന്തി പൊളിച്ച് കയറും. 100 കണക്കിന് തേനീച്ചകൾ ചറപറ കുത്തിയാലും ഇവ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കില്ല. തേനീച്ചകളെ വാരി വലിച്ചു തിന്നും, അവയുടെ ലാർവകളെയും. ബ്ലാക്ക് മാമ്പ, പഫാഡർ തുടങ്ങിയ മരുഭൂമിയിലെ മാരക വിഷമുള്ള പാമ്പുകളെയും വെറുതെ വിടില്ല. ഓടിച്ചിട്ട് പിടിക്കും. കടി കിട്ടിയാലും വിടില്ല. അടുത്ത കടി കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തല കടിച്ച് ചവച്ച് തിന്നും. എന്തിന്, വലിയ ആഫ്രിക്കൻ ആനകളോട് പോലും ചൊറിയാൻ പോകും. ചവിട്ടിക്കൂട്ടിയാലും മുറിവേറ്റാലും ചതഞ്ഞാലും ഒക്കെ വീണ്ടും എഴുന്നേറ്റ് അതിനെ കടിക്കാൻ പോകും. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിലെ കണ്ടിട്ടുള്ളൂ എന്ന ദാമോദർജിയുടെ ഡയലോഗ് പോലെയല്ല. ശരിക്കും ധൈര്യക്കാർ അല്ലെങ്കിൽ കൂസലില്ലാത്തവർ എന്ന് തന്നെ ഇവരെ വിളിക്കേണ്ടി വരും. ഹണി ബാഡ്ജറിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ അമ്പരന്നു പോകും. അതിൻ്റെ ശാരീരിക പ്രത്യേകതകളാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. അത് വിശദമായിട്ട് നമുക്ക് പിറകെ പറയാം. ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന അതിമനോഹരമായിട്ടുള്ള സിനിമയുടെ 2ാം ഭാഗം 1989 പുറത്തിറങ്ങിയത്. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ജീവിയെ കാണുന്നത്, പരിചയപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആ സിനിമയിൽ ഇത് വെറും ഒരു തമാശ കഥാപാത്രം മാത്രമാണ്. അന്നൊന്നും ഇതിന് ഇന്നത്തെ പോലെയുള്ള പേരും പ്രശസ്തിയും ഒന്നും കിട്ടിയിട്ടില്ല. കരയിലെ ഏറ്റവും ധൈര്യമുള്ള ജീവിയായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊന്നും ഇവരുടെ പേര് വന്നിട്ടുമില്ല. സത്യത്തിൽ ഈ ജീവിയെ കണ്ടാൽ അത്രമാത്രം ജഗജില്ലിയാണ് ഈ ഹണി ബാഡ്ജർ എന്നൊന്നും തോന്നില്ല. 1/4 മീറ്റർ വരെ മാത്രം ഉയരമുള്ള പരന്ന ശരീരമുള്ള ഇതിന് ഒരു 55 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് നീളം. 16 കിലോ വരെയൊക്കെ ഭാരവും. കുഞ്ഞിക്കാലുകളുമായിട്ട് കുണുങ്ങിയുള്ള ഇവയുടെ ഓട്ടം കണ്ടാൽ അയ്യോ പാവം എന്ന് തോന്നും, എടുത്തോമനിക്കാൻ തോന്നും. പക്ഷേ ഇവർക്ക് മുട്ടാൻ ആരെയെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരപിടിയൻ പുറകെ വന്നാൽ ഒരു തിരിഞ്ഞു നിൽപ്പുണ്ട്. എന്നിട്ട് ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തും വിധം ചീറി രുദ്രരൂപിയായിട്ട് നിൽക്കും, ആക്രമിക്കും. ഇത്തരത്തിലുള്ള ചീറ്റൽ ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഇവർക്ക് റാറ്റൽ എന്നും പേരുണ്ട്. അതല്ല, ഡച്ച് ഭാഷയിൽ തേനട എന്ന അർത്ഥം വരുന്ന റാറ്റ് എന്ന പദത്തിൽ നിന്നാണ് ഇവർക്ക് ഈ റാറ്റൽ എന്ന പേര് കിട്ടിയത് എന്നും ചിലർ വാദിക്കുന്നുണ്ട്. എന്തായാലും ഹണി ബാഡ്ജർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേൻ, ഹണി ഇവരുടെ ഒരു ബലഹീനതയാണ്. തേനീച്ചക്കൂട് എവിടെയുണ്ടെങ്കിലും മണ്ണിനടിയിലാണെങ്കിലും അത് മണത്തറിഞ്ഞവർ മാന്തി പൊളിക്കും, കുത്തി തുറക്കും. മാംസഭോജികൾ, കാർണിവോർ ആയിട്ടുള്ള ചെറു സസ്തനികൾ ഉൾപ്പെടുന്ന മസ്റ്റിലിഡെ എന്ന കുടുംബത്തിലാണ് ഇവർ ഉൾപ്പെടുക. നമ്മുടെ നീർനായകൾ, ഓട്ടറുകൾ, വീസൽസ്, മാർട്ടൻ, ബാഡ്ജറുകൾ ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗം. സബ് സഹാറൻ പ്രദേശത്ത് മുഴുവൻ ഇവരുണ്ട്. ആഫ്രിക്കക്ക് പുറത്ത് അറേബ്യ, ഇറാൻ തുടങ്ങി ഇന്ത്യൻ പെൻസുല വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവരുണ്ട്. അതായത് ആഫ്രിക്കയിൽ മാത്രമല്ല, ഈ നമ്മുടെ ഇന്ത്യയിലും ഹണി ബാഡ്ജറുകളുണ്ട്. കേരളത്തിലില്ല എന്ന് മാത്രം. നമ്മുടെ പശ്ചിമഘട്ട കാടുകളിൽ മാത്രം കാണുന്ന ഒരു ജീവിയുണ്ടല്ലോ, നീൽഗിരി മാർട്ടൻ. അവർ ഇവരുടെ കുടുംബക്കാരാണ്. അവരെ കൂടാതെ ലഡാക്കിലും സിക്കിമിലും ഒക്കെയുള്ള സ്റ്റോൺ മാർട്ടൻ എന്ന ഒരു വിഭാഗമുണ്ട്. ജമ്മു കാശ്മീർ മുതൽ നോർത്ത് ഈസ്റ്റ് വരെയുള്ള കാടുകളിൽ കാണുന്ന യെല്ലോ ത്രോട്ടഡ് മാർട്ടൻ എന്ന വേറൊരു ഇനം മാർട്ടനും കൂടി ഇന്ത്യയിലുണ്ട്. മെല്ലിവോറ കൈപ്പൻസിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. മെല്ലിവോറ എന്നാൽ ലാറ്റിനിൽ അർത്ഥം തേൻകുടിയന്മാർ എന്നാണ്. അപ്പീസ് മെല്ലിഫറ എന്നാണല്ലോ നമ്മുടെ തേനീച്ചകളുടെ ശാസ്ത്രനാമം. സ്പീഷീസ് നാമമായിട്ടുള്ള കൈപ്പൻസിസ് നൽകിയിരിക്കുന്നത് ഇവയുടെ ആദ്യ
ടൈപ്പ് സ്പെസിമെൻ ലഭിച്ച ആഫ്രിക്കൻ മുനമ്പായിട്ടുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ സൂചിപ്പിക്കാനാണ്. ഭൂമിയിൽ പല പ്രദേശങ്ങളിൽ ഇവ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാവും. അതിനാൽ തന്നെ ഇപ്പോൾ ഇവയെ 12 സബ് സ്പീഷീസുകളായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലെ ചില പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ഒക്കെ കാണപ്പെടുന്ന ഹണി ബാഡ്ജറിന് മെലിവോറ കൈപ്പൻസിസ് ഇൻഡിക്ക എന്നാണ് ശാസ്ത്രനാമം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ റാറ്റൽ എന്നും അതിനെ വിളിക്കും. ഇവരുടെ നല്ല കട്ടിയുള്ള പുറംതൊലി വളരെ അയഞ്ഞതാണ്. കണ്ടാമൃഗ കട്ടിയുള്ള ആ തൊലിക്കുള്ളിൽ ശരീരം വളരെ എളുപ്പത്തിലും വേഗത്തിലും തിരിക്കാനും മറിക്കാനും പുളക്കാനും ഒക്കെ ഇവർക്ക് കഴിയും. അതായത് ഇതിനെ പുലി പോലുള്ള കൂർത്ത നഖമുള്ള ഒരു മൃഗം കടിച്ചെന്നോ നഖം കൊണ്ട് അമർത്തി പിടിച്ചെന്നോ ഒക്കെ കണ്ടാൽ നമ്മൾ കരുതും അതിൻ്റെ കഥ കഴിഞ്ഞു എന്ന്. എന്നാൽ ആ കടിയും മാന്തലും ഒന്നും ഇവരുടെ ഉള്ളിലെ മാംസത്തിൽ അത്ര വേഗത്തിലൊന്നും എത്തില്ല. പുറത്തെ കട്ടിത്തോൽ ഒരു പരിച പോലെ, അല്ലെങ്കിൽ പഴയ പോരാളികളൊക്കെ ധരിക്കുന്ന മുറിവേൽക്കാത്ത ചങ്ങലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആർമർ പോലെ, ടയറിൻ്റെ കഷ്ണം പോലെ, കട്ടി റബ്ബർ ഷീറ്റ് പോലെ ഇവരെ സംരക്ഷിക്കും. ഇവയുടെ കഴുത്തിലെ തൊലി 4 ഇഞ്ച് കനമുള്ളതാണ്. തേനീച്ചകളൊന്നും കുത്തിയാൽ ഈ തൊലിയിൽ ഏശില്ല. കുത്തുന്നവർ കുത്തട്ടെ, ഞാൻ തേനും ലാർവകളും എടുത്ത് തിന്നിട്ടേ പോകൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ഹണി ബാഡ്ജർ അതിൻ്റെ പണി തുടരും. കുഞ്ഞു തലയിൽ കുഞ്ഞു കണ്ണുകളാണുള്ളത്. അതേപോലെ തലയോട് പറ്റി നിൽക്കുന്ന ചെവിയും. ഇവർ പൊരുതാൻ ഒരുങ്ങിയാൽ ഒരു ഗുസ്തിക്കാരൻ്റെ മുഖഭാവമാണ് ഇവർക്ക്. ഇവരുടെ ചെവിയുടെ പ്രത്യേകത പറഞ്ഞല്ലോ, തലയോട് ചേർന്ന് നിൽക്കുന്ന, പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വിധത്തിലുള്ള ചെവിക്കൂടെയാണ്. പുറത്തേക്ക് കാണാനേ പറ്റാത്ത വിധത്തിൽ ചേർന്ന് നിൽക്കുന്നത്. മറ്റു മൃഗങ്ങൾ ആക്രമിച്ചാൽ പിടികൊടുക്കാതെ തടസ്സമില്ലാതെ വഴുതി പോകാൻ ഈ ചെവിയുടെ രൂപം സഹായിക്കും. അതായത് പരിക്ക് കുറച്ച് ഇരപിടിയന്മാരുടെ കയ്യിൽ പിടികൊടുക്കാതെ രക്ഷിക്കും വിധത്തിൽ പരിണമിച്ചവയാണ് ഇവയുടെ ചെവി പോലും. കുഞ്ഞു ശരീരമാണെങ്കിലും മൊത്തം മസിലാണെന്ന് പറയാം. തലയോടും ഒറ്റക്കുള്ള കരുത്തായിട്ടുള്ള അസ്ഥിയോട് കൂടിയുള്ളതാണ്. സൂച്ചറുകൾ, നമ്മുടെയൊക്കെ തലയോടിൻ്റെ പല ഖണ്ഡങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിരുഭാഗങ്ങൾ, അത് ഇവക്ക് കാര്യമായിട്ടില്ല. അതായത് തലക്ക് കാര്യമായിട്ടുള്ള ഒരു അടി കിട്ടിയാലും തകരില്ല, ഉള്ളിൽ പ്രശ്നമുണ്ടാവില്ല. ആഫ്രിക്കൻ ആനയൊക്കെ ബോൾ തട്ടും പോലെ ഇവയെ കാലുകൊണ്ട് തട്ടിയാലും കൂളായി തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ്. വേദന അറിയാനുള്ള കഴിവും ഇവർക്ക് വളരെ കുറവാണ്. മുറിവ് പറ്റിയാലും ചതഞ്ഞാലും ഒന്നും തോന്നാത്തത് അതുകൊണ്ടാണ്. വേദനയാണല്ലോ നമ്മളെ ഏതാക്രമണത്തിലും ആദ്യം ഭയപ്പെടുത്തുന്നത്. ഈ വേദന തോന്നാത്തതിനാലാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആക്രമിക്കുന്ന വലിയ മൃഗത്തോട് പോലും വീണ്ടും പൊരുതാനുള്ള മനസ്സിവർക്കുണ്ടാകുന്നത്. ഇത്തിരി പോന്ന ഒരു ജന്തു എന്ത് ചെയ്തിട്ടും മാന്തിയിട്ടും കടിച്ചിട്ടും ഒന്നും പിന്തിരിയാതെ നേർക്ക് നേരെ വരുന്നത് സിംഹത്തിന് പോലും ആശയക്കുഴപ്പമുണ്ടാക്കും. ഇതെന്തൊരു സാധനമപ്പാ എന്ന്. പലതരം വിഷപ്പാമ്പുകളെ ആഹാരമാക്കുന്നതിനാൽ തന്നെ സ്വാഭാവികമായും ഇവ പരിണാമഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷത്തോടുള്ള പ്രതിരോധം ആർജിച്ചിട്ടുണ്ടാകും. പാമ്പിൻ വിഷത്തിലെ ആൽഫ ന്യൂറോടോക്സിൻ ബോണ്ട് ചെയ്യേണ്ട മസ്കുലാർ അസിറ്റൈൽകോളിൻ റിസപ്റ്ററുകളിൽ വന്ന പരിണാമം മൂലം അവ ഫലിക്കാതെയാവുന്നു. പലപ്പോഴും നല്ല കടി കിട്ടിയാലും ഇവ അതിജീവിക്കുന്നത് അതുകൊണ്ടാണ്. കടികിട്ടി നാഡീവ്യൂഹ പ്രവർത്തനം മന്ദഗതിയിലായാലും അല്പം കഴിയുമ്പോൾ പഴയതുപോലെ ആയി കിട്ടും. പാമ്പ് കടിയേറ്റ് ചത്തതുപോലെ കിടക്കുന്ന ഹണി ബാഡ്ജർ കോമയിൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടന്നു വരുന്നത് കാണാം. അതുപോലെ തേനീച്ചയുടെയും തേളിൻ്റെയും ഒക്കെ കുത്ത് വേദന ഏൽക്കാതെ വിധത്തിൽ തടയാൻ സഹായിക്കുന്ന ഇവയുടെ കട്ടിയുള്ള തൊലിയാണെങ്കിലും കൂടാതെ ഇത്തരം സ്വാഭാവിക പ്രതിരോധം കൂടി ഇവയെ സഹായിക്കുന്നുണ്ട്. നെറ്റി മുതൽ വാല് വരെ നീളത്തിലും വീതിയിലും മങ്ങി മുഷിഞ്ഞ വെള്ളി നിറമാണ് ഇവർക്കുണ്ടാകുക. അടിഭാഗം നല്ല കറുപ്പോ ഇരുണ്ട കാപ്പി നിറമോ ആണ്. കറുപ്പ് നിറമുള്ള വാലിൻ്റെ അഗ്രഭാഗത്ത് മങ്ങിയ കറുപ്പാണ്. അധികം നീളമില്ലാത്ത രോമങ്ങളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. അതിനാൽ തന്നെ ആക്രമണത്തിനിടയിൽ എവിടെയും പിടിക്കാൻ കിട്ടില്ല. കടിപിടിക്കിടയിൽ മുറിഞ്ഞാലും ഇവർക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അതിനാൽ തന്നെ കുടഞ്ഞ് പിടഞ്ഞ് കടിയിൽ നിന്നും രക്ഷപ്പെട്ട് തിരിഞ്ഞു നടക്കുമ്പോഴും ഒരു പരാജിതൻ്റെ തലകുനിക്കലൊന്നും കാണില്ല. തിടുക്കമൊന്നുമില്ലാതെ പലപ്പോഴും തിരിച്ചു നിന്ന് വെല്ലുവിളി പോലെ ചീറും. മുൻകാലുകൾക്കും പിൻകാലുകൾക്കും 5 നഖങ്ങൾ വീതമുണ്ട്. മുൻകാലുകളിലേത് നല്ല നീളവും മൂർച്ചയുമുള്ള നഖങ്ങളാണ്. മണ്ണ് മാന്തി കുഴിക്കാനുള്ള സഹായം ചെയ്യുന്നതാണ് ഈ വജ്രമുനയുള്ള മുൻകാലിലെ നഖങ്ങൾ. ഉറച്ച നിലം പോലും, നമ്മൾ തൂമ്പ കൊണ്ടുപോലും കൊത്തിയാൽ ഇളകാതെ അത്ര ഉറപ്പുള്ള മണ്ണ് പോലും മിനിറ്റ് കൊണ്ട് ആഴത്തിൽ കുഴിച്ചിറങ്ങാൻ ഇവർക്ക് പറ്റും. 10 മിനിറ്റ് കൊണ്ട് 3 മീറ്റർ വരെ ആഴമുള്ള മാളം ഇവർ ഉണ്ടാക്കും. കുഴിച്ചിട്ട മനുഷ്യ ശവവും ഇവർ മാന്തി പുറത്തെടുത്ത് ഭക്ഷണമാക്കും. ഇവർ ഒരു പൂർണ്ണമായിട്ടുള്ള മാംസാഹാരി മാത്രമല്ല, അത്യാവശ്യം പഴങ്ങളും കായ്കനികളും ഒക്കെ ഭക്ഷിക്കും. അതുപോലെ അഴുകിയ ശവശരീരവും ഇവർക്ക് ഇഷ്ടമാണ്. ആണും പെണ്ണും തമ്മിൽ കാഴ്ചയിൽ രൂപത്തിലൊന്നും വലിയ വ്യത്യാസമില്ല. പെണ്ണിന് അല്പം വലിപ്പക്കുറവുണ്ടാവും എന്ന് മാത്രം. പെണ്ണിന് 2 ജോഡി മുലക്കണ്ണുകൾ ഉണ്ടാകും. ഇവയുടെ മലദ്വാരത്തോട് ചേർന്ന് അകംപുറം മറിക്കാവുന്ന ഒരു സഞ്ചി ആനൽ പൗച്ച് ഉണ്ടാകും. ചില ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനായി ഈ പൗച്ചിലെ നാറുന്ന ദ്രാവകം സിറിഞ്ച് വെച്ച് ചീറ്റുന്നത് പോലെ പുറത്തേക്ക് ചീറ്റും. ഇത്തരത്തിലുള്ള ആനൽ പൗച്ചുകൾ നമ്മുടെ കീരികൾക്കും ഹൈനകൾക്കും ഒക്കെ ഉണ്ട്. ഹണി ബാഡ്ജറുകളുടെ ഈ പിൻഭാഗ നാറ്റപ്രയോഗമാണ് അവയെ തേനീച്ചകൾ കുത്താതെ സഹായിക്കുന്നത് എന്ന് ചിലർ പറയാറുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ഹണി ബാഡ്ജർ ഹിമാലയൻ താഴ്വര പ്രദേശങ്ങൾ തൊട്ട് ദക്ഷിണേന്ത്യ വരെയുണ്ട്. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇവയുണ്ട്. മലമ്പ്രദേശങ്ങളിലും വരണ്ട ഇലപൊഴിയും കാടുകളിലുള്ള പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ സാധാരണമായിട്ട് ഉണ്ടാവുക.
ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഇവയില്ല. ഹണി ബാഡ്ജറുകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്, കൂട്ടമായിട്ട് ജീവിക്കുന്നവരല്ല. കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നവരെയുള്ള സമയം അമ്മയോടൊപ്പം കാണാമെന്ന് മാത്രം. മുൻകാലികളുടെ നഖങ്ങൾ പോലെ തന്നെ ശക്തമാണ് ഇവയുടെ പല്ലുകളും. 1300 PSI, അതായത് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ശക്തിയുള്ളതാണ് ഇവയുടെ കടി അഥവാ ഇവയുടെ ബൈറ്റ് ഫോഴ്സ്. ഉറപ്പുള്ള ആമത്തോട് പോലും കടിച്ച് പൊട്ടിച്ച് ഉള്ളിലുള്ള മാംസം അതിനാൽ ഇവർക്ക് തിന്നാൻ പറ്റും. ഗ്രേറ്റർ ഹണി ഗൈഡ് എന്ന പക്ഷിയും മനുഷ്യരും തമ്മിലുള്ള മ്യൂച്വലിസം, പരസ്പര സഹായ സഹകരണം വളരെ പ്രശസ്തമാണല്ലോ. ഇൻഡിക്കേറ്റർ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. കാട്ടു തേനീച്ചക്കൂടുകളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക്, മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കും ഇവ എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള ഒരു പേര് നൽകിയിരിക്കുന്നത്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നവർ തന്നെ. പല ശബ്ദങ്ങളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ ആളുകളെ, മനുഷ്യരെ ഇവ ഇത്തരത്തിലുള്ള തേൻകൂടുകളുടെ അടുത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ അത്തരം തേൻകൂടുകളുടെ സൂചന മനുഷ്യർക്ക് നൽകും. അങ്ങനെ ആളുകളെത്തി തേൻകൂട് പൊളിച്ച് അതിലെ തേനൊക്കെ എടുത്തു പോയാലും ബാക്കിയാവുന്ന തേനടയും മെഴുകും ഒക്കെയാണ് ഇവരുടെ ഇഷ്ടാഹാരം. അതിനുവേണ്ടിയാണ് ഈ ചതി അവർ ചെയ്യുന്നത്. ഈ പക്ഷി മനുഷ്യരെ മാത്രമല്ല ഹണി ബാഡ്ജറുകളെയും ഇത്തരത്തിൽ തേനീച്ചക്കൂടുകളിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ അത് അത്ര ഉറപ്പാക്കിയിട്ടില്ല. പുറംചെവി ഇല്ലാത്തതിനാലും അത് ആവശ്യത്തിന് അടക്കാൻ കഴിയുന്നതിനാലും തന്നെ ഹണി ബാഡ്ജറുകൾക്ക് തേനീച്ചക്കൂടുകളുടെ ഉള്ളിലേക്ക് അവയുടെ തല കടത്തുന്നതിന് ഭയപ്പെടാനില്ല. അതായത് ചെവിയുടെ ഉള്ളിൽ ഒന്നും തേനീച്ച കയറി കുത്തില്ല. അതേപോലെ ചിതൽക്കൂടുകളും ഉറുമ്പിൻ കൂടുകളും ഒക്കെ ഇവ റൈഡ് ചെയ്യുമ്പോഴും അവയൊന്നും ഉള്ളിൽ കയറുന്ന പ്രശ്നമില്ല. ബുദ്ധിമാന്മാരായതിനാൽ തന്നെ ഇവരെ കൂട്ടിലിടലൊന്നും അത്ര എളുപ്പമല്ല. എങ്ങനെ പൂട്ടിയിട്ടാലും ഇവർ പുറത്ത് ചാടും. പല സാധനങ്ങൾ എടുത്തു വെച്ച് ഉയരമുണ്ടാക്കി അവർ മതിൽ ചാടും. കമ്പി കൊണ്ട് കെട്ടി ചുറ്റിയാലും അതൊക്കെ അഴിച്ചവർ പുറത്ത് ചാടും. ബോൾട്ടുകൾ തുറക്കും. ഇത്തരത്തിലുള്ള ഹണി ബാഡ്ജറിൻ്റെ അത്ഭുത സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ BBC പുറത്തിറക്കിയിരുന്നു. ഏത് കാലത്തും ഇവ ഇണചേരും. 50-70 ദിവസമാണ് ഇവയുടെ ഗർഭകാലം. 1-2 കുഞ്ഞുങ്ങൾ ജനിക്കും. രോമം കുത്താതെ, കണ്ണ് കീറാതെ നിരാശ്രയരായിട്ടുള്ള കുഞ്ഞുങ്ങൾ. പ്രസവമൊക്കെ മാളത്തിനുള്ളിലായിരിക്കും. അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തുക. ആദ്യം 3 മാസം വരെ അമ്മ പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് ഹണി ബാഡ്ജറുകൾ അവയുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുക. 1-1.5 വയസ്സ് വരെ അമ്മയുടെ ഒപ്പം തന്നെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. കുട്ടി ആ കാലം കൊണ്ട് കുഴി മാന്താനും തേനീച്ചക്കൂടുകൾ പൊളിക്കാനും ഇര തേടാനും പൊരുതാനും ഒക്കെ അമ്മ പഠിപ്പിക്കും. ഇതൊക്കെയാണെങ്കിലും ചില നേരങ്ങളിൽ ഇവർ ചത്തതുപോലെ അഭിനയിച്ച് കിടന്ന് രക്ഷപ്പെടാനും ശ്രമിക്കും. എങ്കിലും ഇവരാണ് മൃഗങ്ങളിലെ റാംബോ, ആർക്കും കൊല്ലാൻ കഴിയാത്ത അത്ഭുത മൃഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ കാണാം. പലതിലും കുറച്ചൊക്കെ അതിശയോക്തി കൂട്ടിക്കുഴച്ചിട്ടുമുണ്ട്. മുൻകൂട്ടി കുഴിച്ചു വെച്ചിരിക്കുന്ന മാളങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ഇവ പലപ്പോഴും വലിയ മൃഗങ്ങളുടെ മുന്നിലെത്തി ഇത്തരത്തിലുള്ള ധൈര്യപ്രകടനങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അവയുടെ മുന്നിൽ പെട്ടുപോയാൽ ഒന്ന് ആക്രമിച്ച് ഓടി ഒളിക്കുകയാണ് ചെയ്യുക. സിംഹങ്ങളുമായിട്ടൊക്കെ ഇവ പൊരുതി പലപ്പോഴും ചാവാറുമുണ്ട്. 1974 പുറത്തിറങ്ങിയ ആനിമൽസ് ആർ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന ഡോക്യുമെൻ്ററി സിനിമയിലാണ് ഹണി ബാഡ്ജറിനെ ഹണി ഗൈഡ് ബേർഡ് തേനീച്ചക്കൂട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അതൊക്കെ സ്റ്റേജ്ഡ് പ്രോഗ്രാം ആയിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന പല ഹണി ബാഡ്ജർ ദൃശ്യങ്ങളും പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് എഡിറ്റ് ചെയ്തവയുമാണ്. അതായത് പാണന്മാർ പാടിപ്പരത്തിയതുപോലെ അത്രമാത്രം ധൈര്യവാനും ഒന്നിനും ഭയക്കാത്തവനും ഒന്നുമല്ല ഹണി ബാഡ്ജർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത വിധത്തിൽ കോർണർ ചെയ്യപ്പെട്ടാലോ ജീവൻ അപകടത്തിലായാൽ മാത്രമേ അത് നമ്മൾ കരുതുന്ന പോലെ തെലുങ്ക് അടിപ്പടത്തിലെ നായകർ ചെയ്യുന്നത് പോലെ ബുദ്ധിശൂന്യമായിട്ടുള്ള ആക്രമണങ്ങൾ ചെയ്യാറുള്ളൂ, ധൈര്യപ്രകടനങ്ങൾ കാണിക്കാറുള്ളൂ. ചീറി ശബ്ദമുണ്ടാക്കി രോമങ്ങളൊക്കെ എടുത്തു പിടിച്ച് വാലിശൂലം പോലെ ഉയർത്തിപ്പിടിച്ച് തല ഉയർത്തി പല്ല് കാട്ടി ആരെയും ആക്രമിക്കാനുള്ള ആ ഒരു നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പാണ് ഇവരുടെ ഈ ധൈര്യവാന്റെ ഇമേജിന് പ്രധാന കാരണം. ഇത്തിരി പോകുന്നവരിൽ നിന്നും ഇത്രയും ധൈര്യം ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഏത് മൃഗവും. അത് വലിയ മൃഗങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ മൃഗങ്ങളൊക്കെ ഒന്ന് പകച്ചു പോകുന്നതാണ്. എന്നാൽ കുഞ്ഞുങ്ങളുള്ളപ്പോഴും മാളത്തിന് തൊട്ടടുത്തെത്തിയാലും കുതിരയെയും വളർത്തു നാൽക്കാലികളെയും ആടുകളെയും നായകളെയും ഒക്കെ ഒരു പരിഗണനയും കൂടാതെ ഹണി ബാഡ്ജറുകൾ ആക്രമിക്കും. എന്തൊക്കെയായാലും ഇവയുടെ ശാരീരിക പ്രത്യേകതകൾ അത്ഭുതകരം തന്നെയാണ്. അതിനാൽ തന്നെ ഹണി ബാഡ്ജറിന് ലോകമെങ്ങും ആരാധകർ ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവയുടെ വന്യതയിലെ ശരിക്കുള്ള ആയുസ് എത്രയാണെന്ന് അറിയില്ല. എങ്കിലും അവയെ സംരക്ഷണത്തിൽ 24 വർഷം വരെയൊക്കെ ജീവിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവക്കും റാബിസ് പിടിപെടാറുണ്ട്. നായകൾക്ക് റാബിസ് പിടിപെട്ടാലുള്ള പൊല്ലാപ്പ് നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള ഒരു അതിശക്തന് റാബിസ് പിടിച്ചാൽ പിടികിട്ടാത്ത ഒരവസ്ഥയാകില്ലേ എന്നൊന്നും ഭയക്കേണ്ട. 2021 ദക്ഷിണാഫ്രിക്കയിൽ ഒരു കേസ് മാത്രമാണ് ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിലും കെനിയയിൽ റാബിസിൻ്റെ ഒരു റിസർവായിട്ട് തന്നെയാണ് ഹണി ബാഡ്ജറുകളെ കണക്കാക്കുന്നത്. അത് ഭയമുണ്ടാക്കുന്നതും കൂടിയാണ്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെയുള്ള വളരെ ചെറിയ ജീവികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.